ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട സോണും ആൻഡ് എങ്ങനെയാവും മാർക്കറ്റ്, അത് ബ്രേക്ക് ചെയ്താലാണോ അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾക്ക് വാച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ടെലിഗ്രാമിൽ ഒരു റീല്, ഇന്നത്തെ വ്യൂ എങ്ങനെയാണെന്നുള്ള റീല് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാക്ട്ലി ഞാൻ അതിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് താഴേക്ക് ഡിമാൻഡ് സോണിൻ്റെ താഴേക്ക് നമുക്ക് എപ്പോൾ ക്ലോസിങ് കിട്ടുന്നോ അവിടെ മാത്രമേ നമ്മൾക്ക് ബിയറിഷ് കണ്ടിന്യൂ ചെയ്യുള്ളൂ, ബിയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അതല്ല എങ്കിൽ മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ നിൽക്കും. വേണമെങ്കിൽ ഡേ ഹൈയോ സപ്ലൈ സോണോ വരെയും ടെസ്റ്റ് ചെയ്തിട്ട് വരാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എബോവ് ദ സപ്ലൈ സോൺ, നമുക്ക് സപ്ലൈ സോണിൻ്റെ ബ്രേക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വ്യൂ മാറണം, വ്യൂ നമുക്ക് ബുള്ളിഷ് ആവണം എന്നുള്ള കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതിൽ വെച്ചിട്ട് ഞാൻ റീൽ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. മീൻസ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഓപ്പണിംഗ് പോലെ ആയിരിക്കുമല്ലോ, ഇന്നലെ വരെയും ക്ലോസ് ചെയ്തേക്കുന്നത് പോലെ അല്ലല്ലോ ഇന്നത്തെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ട്രെൻഡും മാറും. മീൻസ് നമ്മൾ ഇന്ന്